ഹല്ലേലൂയ. നന്ദി കർത്താവേ. റോമാലേഖനത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നു, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. ഈ ലോകത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദാനമാണ് ദൈവത്തെ സേവിപ്പാൻ. പൗലോസ് പറയുന്നു, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. തീഷ്ണതയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത്. ഏതൊരു ജീവിത യാത്രികനും തൻ്റെ ജീവിതത്തിൽ, ഏതൊരു വിശ്വാസിക്കും തൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ, ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീഷ്ണത നിങ്ങൾക്ക് ആവശ്യമാണ്. പൗലോസ് പറയാണ്, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. കർത്താവിനെ സേവിപ്പിച്ചാൽ, കർത്താവിനെ ആരാധിച്ചാൽ, കർത്താവിനോട് കൂടെ ഇരുന്നാൽ, ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ തീ കത്തുന്ന അനുഭവം ഉണ്ടാകും. ആത്മാവിൽ എരിവുള്ളവരാകുക എന്ന് പറഞ്ഞാൽ ആത്മാവിൽ തീ കത്തുക, തീ കത്തിക്കുക എന്നതാണ് ആക്ഷരികമായ അർത്ഥമെന്ന് തിരിച്ചറിയുക. വചനം പഠിപ്പിക്കുന്നു, ആത്മാവിൽ നിങ്ങൾ തീ കത്തുന്നവരാകട്ടെ. ആത്മാവിൽ നിങ്ങൾ തീ കത്തുന്നവരാണെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 26:19 നിനക്കൊരു ദർശനം ഉണ്ടാകും, അതിന്മേൽ തീ കത്താൻ ഇടവരും. ദർശനത്തിൽ തീ കത്തണം. മുമ്പോട്ട് പോകണമെങ്കിൽ നിന്നെ ശക്തിയോടെ നയിക്കാൻ ദൈവത്തിൻ്റെ അഗ്നിക്കേ പറ്റുള്ളൂ, ദൈവത്തിൻ്റെ തീക്കേ പറ്റുള്ളൂ. അതുകൊണ്ട് ദൈവവചനം പഠിപ്പിക്കുന്നു, നിനക്ക് മുന്നോട്ട് പോകണമോ, നീ ആത്മാവിൽ കത്തുന്നവരായി തീരണം. നീ അഭിഷേകത്തിൽ കത്തണം, എരിവോടെ ദൈവത്തെ സേവിക്കണം. തീത്തോസിന്റെ ലേഖനം 2:14 ചെന്നാൽ എരിവ് കൊണ്ട് തീ കത്തിക്കണമെന്ന് പൗലോസ് തീത്തോസിനോട് പറയുന്നുണ്ട്. ഹല്ലേലൂയ. നീ എരിവ് കൊണ്ട് തീ കത്തിക്കണം. നിന്റെ എരിവ് മറ്റുള്ളവരുടെ ഉള്ളിൽ, നിന്റെ തീഷ്ണത, അവന്റെ അകത്തു ദൈവവചനം അതിന്റെ ശക്തിയെ പുറത്തു കൊണ്ടുവരത്തക്കവണ്ണം നിന്റെ ഉള്ളിൽ നിന്ന് ആ ശക്തി പുറപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. 2 കൊരിന്തോസിലേക്ക് പോയാൽ നമുക്ക് 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തില് പരിശുദ്ധാത്മ ശക്തിയാൽ നീ തീ കത്തണമെന്ന് അവിടെ എഴുതി വച്ചിരിക്കുന്നു. നിന്റെ അകത്തുള്ള ആത്മശക്തി അത് നിന്നിലെ തീയാണ്. ഈ തീ കൊണ്ട് വേണം നീ മുമ്പോട്ട് പോകുവാൻ. എന്ന് വെച്ചാൽ പിശാചിനെ തോൽപ്പിക്കാൻ നിന്റെ മേൽ ഈ ഒരു അഗ്നിയുണ്ട്, ഈ ശക്തി വ്യാപരിക്കുന്നു. 5:14 നമുക്ക് കാണാം, ക്രിസ്തുവിന്റെ സ്നേഹത്താൽ തീ കത്തണമെന്ന് പൗലോസ് വീണ്ടും അവിടെ എഴുതി വച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, അഭിഷേകത്തിന്റെ അഗ്നി നിന്റെ അകത്തു കത്തിയാൽ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടാൻ പരിശുദ്ധാത്മാവ് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് വചനം പറയുന്നു, ഉത്സാഹത്തിൽ മടിപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. കർത്താവിനെ സേവിപ്പാൻ വിളിക്കപ്പെട്ട ഓരോരുത്തരോടും ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുക. നിന്റെ അകത്തൊരു അഗ്നിയുണ്ട്. അത് നിന്നെ മാത്രമല്ല സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തെ മുഴുവനും മുമ്പോട്ട് പുറപ്പെടുവിപ്പിക്കാൻ കഴിയുന്ന ആത്മശക്തിയ അത് നിന്റെ മേൽ വ്യാപരിക്കട്ടെ. ആ അഗ്നിയിൽ മുമ്പോട്ട് പോകുവാൻ, ശക്തിയിൽ മുമ്പോട്ട് പോകുവാൻ, പ്രതികൂലങ്ങളിൽ മുമ്പോട്ട് പോകുവാൻ, ആത്മാവിൽ കത്തി അഭിഷേകത്തിലേക്ക് വരുവാൻ, സ്വർഗത്തിന്റെ നിറവ് പ്രാപിക്കാൻ ഉത്സാഹിക്കുക, പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.